നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. സ്ത്രീധനം ആവശ്യപ്പെടുകയോ സ്വീകരിക്കുകയോ ചെയ്താൽ നിയമപ്രകാരം കുറഞ്ഞത് 5 വർഷം തടവ് ശിക്ഷ ലഭിക്കാം. എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ 15 വർഷത്തിനിടെ സ്ത്രീധനത്തിന്റെ പേരിൽ മാത്രം 260 പെൺകുട്ടികളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. പ്രതിവർഷം ഏകദേശം 5000 സ്ത്രീധന പീഡന കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. സ്ത്രീധന നിരോധന നിയമം 1961 മുതൽ പ്രാബല്യത്തിലുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ മാത്രം സ്ത്രീധനത്തിന്റെ പേരിൽ നിരവധി സ്ത്രീകളെ ക്രൂരമായി കൊലപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ത്രീധനം നൽകാൻ പണമില്ലെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്ത ഡോക്ടർ ഷഹാന സ്ത്രീധന പീഡനത്തിന്റെ ഏറ്റവും വലിയ ഇരയാണ്. കൂടുതൽ സ്വർണവും പണവും നൽകി സമൂഹത്തിൽ പ്രാധാന്യം നേടാൻ പല മാതാപിതാക്കളും മത്സരിക്കുന്നതിനാൽ പലരും നിയമം അവഗണിക്കും. 100 പവൻ സ്വർണം, 3.5 ഏക്കർ ഭൂമി, ഒരു കാർ, 10 ലക്ഷം രൂപ, വീട്ടുചെലവുകൾക്കായി പ്രതിമാസം 8000 രൂപ എന്നിവ ലഭിച്ചിട്ടും കൊല്ലം അഞ്ചൽ സ്വദേശിയായ സൂരജ് ഭാര്യ ഉത്രയെ പാമ്പിനെ കൊണ്ട് കടിച്ച് കൊലപ്പെടുത്തി. ഒയൂരിൽ 2 കുട്ടികളുടെ അമ്മയായ തുഷാരയെ 2 ലക്ഷം രൂപ സ്ത്രീധനം നൽകാൻ വൈകിയതിനെ തുടർന്ന് ഭർത്താവും ഭർത്തൃമാതാവും ചേർന്ന് പട്ടിണിക്കിട്ട് കൊന്നു. മരിക്കുമ്പോൾ തുഷാരയുടെ ഭാരം വെറും 20 കിലോഗ്രാം മാത്രമായിരുന്നു. കൊല്ലത്ത് തന്നെ സ്ത്രീധനമായി നൽകിയ 10 ലക്ഷം രൂപയുടെ കാറിന് പകരം കൂടുതൽ പണവും ഒരു SUV ആവശ്യപ്പെട്ട് ഭർത്താവ് കിരൺ നിരന്തരം പീഡിപ്പിച്ചതിനെ തുടർന്നാണ് ഡോക്ടർ വിസ്മയുടെ ആത്മഹത്യ. ഡോക്ടർ ഷഹാനയുടെ കാമുകൻ റുവൈസ് കുടുംബത്തിൽ നിന്ന് 150 പവൻ സ്വർണവും 1 ഏക്കർ ഭൂമി, 1.5 കോടി രൂപ, ഒരു BMW എന്നിവ സ്വന്തമാക്കി. ഇനിയും മനുഷ്യർ പഠിക്കുന്നില്ല. ഇന്നലെ തിരുപ്പൂരിൽ വിവാഹം കഴിഞ്ഞ് വെറും 2 മാസം മാത്രമായ നവവധു റിധന്യയുടെ മരണം. സ്ത്രീധനമായി 300 പവനും ആഡംബര കാറും കൊടുത്തിട്ടും കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് നിരന്തരം ഉപദ്രവിച്ചു. മാനസിക പീഡനം സഹിക്കാൻ വയ്യാതെ റിധന്യ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു. ഇന്ന് 28 കുടുംബ കോടതികളിലായി ഏകദേശം 1.5 ലക്ഷം വിവാഹമോചന കേസുകളുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർ സ്ത്രീധനം വാങ്ങുന്നതും ആവശ്യപ്പെടുകയും പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യില്ലെന്ന് വ്യക്തമാക്കുന്ന സത്യവാങ്മൂലം നൽകേണ്ടതുണ്ട്. എന്നിരുന്നാലും സ്ത്രീധനം ആവശ്യപ്പെടുന്നവരിൽ അവരാണ് കൂടുതൽ പേരും. നിയമം വെറും നോക്കുകുത്തിയാകുമ്പോൾ ഓരോ മനുഷ്യനും കൈകൂപ്പി നിൽക്കാൻ മാത്രമേ കഴിയൂ. ഇനിയും എത്ര ഉത്രയും തുഷാരയും റിധന്യയും പിറക്കില്ലെന്ന് ആരു കണ്ടു?